എന്താ മോളെ? സാർ, ഞാൻ കണിയൊരുക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരെയും കണി കാണാൻ വിളിക്കാൻ വന്നതാ. ഞാൻ പത്മയെ വിളിക്കട്ടെ? പത്മ, പത്മ, പത്മ. ഹാപ്പി വിഷു. അതെ, നന്ദിനി കണി ഒരുക്കി വെച്ചിട്ടുണ്ട്. വരൂ. എനിക്ക് കാണണ്ട. എടോ, വിഷുക്കണിയാണ്. എന്തായാലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ല. എടോ, വിഷുക്കണി കാണുന്നതൊക്കെ ഒരു ഐശ്വര്യല്ലേ? വിഷുക്കണി കാണുന്നത് ഐശ്വര്യമാണ്. പക്ഷേ അതിന്റെ കൂട്ടത്തില് അവളെയും അവളുടെ കുടുംബക്കാരെയും കൂടെ കാണുമല്ലോ. ഓ, അതെല്ലാം എനിക്ക് ഐശ്വര്യക്കേടാ. മോളെ, മോളെ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഇല്ല സർ, സാറ് വരുന്നില്ലേ? ആ, എനിക്ക് വിഷുക്കണി കണ്ടേ പറ്റൂ. എങ്കിൽ ഞാൻ കണ്ണുപൊത്തിക്കൊണ്ട് പോട്ടെ? അങ്ങനെയല്ലേ വേണ്ടത്. കണ്ണുപൊത്തിക്കോ. എന്ത് മനുഷ്യനാ അങ്ങേര്. കുറച്ചേലും ഒരു അഭിമാനബോധം വേണ്ടേ? സർ, സൂക്ഷിച്ച്. അതൊന്നും കുഴപ്പമില്ല മോളെ. പത്മ മാഡം കണി കാണാൻ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചേ. മോളത് കാര്യമാക്കണ്ട. നല്ലൊരു ചടങ്ങിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കും, ഇല്ലാത്തവര് പങ്കെടുക്കില്ല. അത്രേ ഉള്ളൂ. സൂക്ഷിച്ച്. സൂക്ഷിച്ച്. കൈയെടുക്കാൻ പോവാണേ. സാർ കണ്ണ് തുറന്ന് കണ്ടോളൂ. കണി ഗംഭീരായിട്ടുണ്ട് മോളെ. ഇതൊക്കെ എപ്പോഴാ നീ ഒരുക്കിയത്? അതൊക്കെ ഞാൻ ഒരുക്കി. സാർ ഒരു കാര്യം ചെയ്യൂ, ഇന്ദ്രജ മാഡത്തിനെയും വേദ മാഡത്തിനെയും വിജയ് സാറിനെയും കൂടി വിളിച്ചിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ ബാക്കിയെല്ലാരും കൂട്ടിയിട്ട് വരാം. പോയി വിളിച്ചു നോക്കാം. ഇനിയിപ്പോ അവിടെ കഥ എന്തായിരിക്കും അറിയില്ലല്ലോ. അവര് വരും സർ. ആയിക്കോട്ടെ.